Hi viewers, welcome to Versus English Spoken English class. കഴിഞ്ഞ പല ക്ലാസ്സുകളിലും നമ്മൾ സെൻറ്റൻസ് പാറ്റേൺസ് കണ്ടിരുന്നു. പലതരത്തിലുള്ള പാറ്റേൺസിനെയാണ് നമ്മൾ ഇതുവരെ വിശദീകരിച്ചിരുന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത് ഇറ്റ് എന്ന വാക്കിൽ നിന്ന് തുടങ്ങുന്ന ചില സെൻറ്റൻസസിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും ഒരു സെൻറ്റൻസ് ആരംഭിക്കുന്നത് സബ്ജക്റ്റിൽ നിന്നായിരിക്കണമെന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. അതായത് പ്രവൃത്തി ചെയ്യുന്ന ആൾ, അതാണ് സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് അതിൻ്റെ സ്ഥാനത്ത് ഇറ്റിനെ നിർത്തിക്കഴിഞ്ഞാലും നമുക്ക് സെൻറ്റൻസിനെ ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെയും ഒരു പാറ്റേൺ ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇറ്റ് ഈസ് ഡാർക്ക് ഇൻ ദിസ് റൂം. ഈ സെൻറ്റൻസിൽ ഇറ്റ് സബ്ജക്റ്റും ഈസ് ഡാർക്ക് ഇൻ ദിസ് റൂം പ്രെഡിക്കേറ്റുമാണ്. അപ്പോൾ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ചേർന്ന ഒരു സെൻറ്റൻസാണ് ഇറ്റ് ഈസ് ഡാർക്ക് ഇൻ ദിസ് റൂം എന്ന് പറയുന്നത്. ഇവിടെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത്, അതായത് പ്രവൃത്തി ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ്, അതിൻ്റെ സ്ഥാനത്ത് ഇറ്റ് എന്ന വാക്കിനെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇറ്റ് സബ്ജക്റ്റിന് പകരമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അതിനെ സബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. സബ്ജക്റ്റ് ആണെങ്കിൽ അവിടെ പ്രവൃത്തി ചെയ്യുന്ന ആളെ കാണിക്കണം. അങ്ങനെ ഒരു വസ്തു അല്ല അവിടെ ഉള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ അവിടെ പ്രവൃത്തി ചെയ്യുന്നില്ല, ഇറ്റ് പ്രവൃത്തി ചെയ്യുന്നില്ല. എന്നാൽ ഇറ്റ് നിൽക്കുന്നത് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ്, പ്രവൃത്തി ചെയ്യുന്ന ആളിൻ്റെ സ്ഥാനത്താണ്. ഇറ്റ് ഈസ് ഡാർക്ക് ഇൻ ദിസ് റൂം. ഇറ്റ് ഈസ് വെരി കോൾഡ് ഔട്ട്സൈഡ്. ഇറ്റ് ഈസ് 10 o'clock. ഇതെല്ലാം അർത്ഥപൂർണതയുള്ള സെൻറ്റൻസസ് ആണ്. അവിടെയൊക്കെ ഇറ്റിൽ നിന്നാണ് സെൻറ്റൻസ് ആരംഭിച്ചിരിക്കുന്നത്. ഇറ്റ് സബ്ജക്റ്റായിട്ട് നിൽക്കുകയല്ല, പക്ഷേ സബ്ജക്റ്റിന് പകരമായിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇറ്റിനെ ഡമ്മി സബ്ജക്റ്റ് എന്ന് വിളിക്കാം. ഡമ്മി സബ്ജക്റ്റ്. ഇറ്റ് എന്ന ഡമ്മി സബ്ജക്റ്റിൽ നിന്നും ഇതുപോലെ സെൻറ്റൻസസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരിക്കലും ഒരു പ്രൊനൗണിൻ്റെ സ്ഥാനത്തല്ല ഇറ്റ് നിൽക്കുന്നത്, അത് സബ്ജക്റ്റിന് പകരമായിട്ട് നിൽക്കുന്നു. സബ്ജക്റ്റ് ആണോ? സബ്ജക്റ്റ് അല്ല, പക്ഷെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് സബ്ജക്റ്റിന് പകരമായി നിൽക്കുന്നത് കൊണ്ട് ഇറ്റിനെ നമുക്ക് ഡമ്മി സബ്ജക്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പല സെൻറ്റൻസ് പാറ്റേണിനെ പോലെ തന്നെ ഇറ്റ് എന്ന ഡമ്മി സബ്ജക്റ്റിൽ നിന്ന് ആരംഭിക്കുന്ന സെൻറ്റൻസിനെയും, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന സെൻറ്റൻസ് പാറ്റേണിനെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ഇറ്റ് ഈസ് ഡാർക്ക് ഇൻ ദിസ് റൂം. ഇറ്റ് ഈസ് വെരി കോൾഡ് ഔട്ട്സൈഡ്. ഇറ്റ് was a bright day. It is 10 o'clock now. It was raining the whole of last night. It was quite warm this afternoon. ഇതൊക്കെ അർത്ഥപൂർണതയുള്ള സെൻറ്റൻസസ് ആണ്. ഇവിടെയൊക്കെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഇറ്റ് നിൽക്കുന്നു, അതുകൊണ്ട് അതിനെ നമ്മൾ ഡമ്മി സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നു. അതിനുശേഷം പ്രെഡിക്കേറ്റ്, അതായത് വെർബും ഓക്സിലറി വെർബോ ഓബ്ജക്റ്റോ എന്തൊക്കെയാ വെച്ചാൽ അതെല്ലാം ചേർന്നിട്ടുള്ള പ്രെഡിക്കേറ്റിൻ്റെ ഭാഗവും കൂടെ ചേർന്ന് അർത്ഥപൂർണതയുള്ള സെൻറ്റൻസസ് വരുന്നു. ഇത് മറ്റൊരു സെൻറ്റൻസ് പാറ്റേൺ ആണ്. ഇനി ഇറ്റിനെ തന്നെ മറ്റൊരു തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലെ തന്നെ ഇറ്റ് സബ്ജക്റ്റ് അല്ല, പക്ഷെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന തരത്തിലുള്ള മറ്റു ചില സെൻറ്റൻസസിനെ നമുക്ക് പരിചയപ്പെടാം. കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് സബ്ജക്റ്റ് ആണ് എന്ന് തോന്നും, പക്ഷേ അല്ല, സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ 2-3 സെൻറ്റൻസസ് ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞു തരാം. ഇറ്റ് ഈസ് ഈസി ടു ഗിവ് അഡ്വൈസ്. It is easy to give advice. It was difficult to climb that hill. It was difficult to climb that hill. ഈ 2 സെൻറ്റൻസിൻ്റെ ഒരു പ്രത്യേകത നോക്കൂ. അവിടെ രണ്ടിടത്തും ഇറ്റ് ഈസ് ഈസി ടു ഗിവ് അഡ്വൈസ്, ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ക്ലൈംബ് ദാറ്റ് ഹില്ല്. കണ്ടോ?
ടു ഗിവ്, ടു ക്ലൈംബ്, ടു പാസ്, ടു ഡ്രൈവ്, ഇങ്ങനെയൊക്കെ നമുക്ക് വെർബിനെ തൊട്ട് മുന്നിൽ, അതായത് വെർബിൻ്റെ ഫസ്റ്റ് ഫോം, അതായത് പ്രസൻറ്റ് ടെൻസിൻ്റെ തൊട്ട് മുന്നിൽ ടു ചേർത്ത് വെർബിൻ്റെ ഇൻഫിനിറ്റീവ് ഫോമിൽ സെൻറ്റൻസ് വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇറ്റ് ഈസ് ഈസി ടു ഗിവ് അഡ്വൈസ്, നമുക്കറിയാം ഉപദേശം കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ഇറ്റ് വാസ് ഈസി, ഇറ്റ് വാസ് ഡിഫിക്കൾട്ട് ടു ക്ലൈംബ് ദാറ്റ് ഹില്ല്, അത് വളരെ ഉയരമുള്ള ഹില്ലായിരിക്കാം, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ആ മല കയറാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന്. അപ്പോൾ കൊടുക്കാൻ, കയറാൻ, ഈ രീതിയിൽ വെർബിൻ്റെ ഫോർമേഷൻ നമ്മൾ കാണുന്നുണ്ട് പ്രെഡിക്കേറ്റിൻ്റെ ഭാഗത്ത്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഈ സെൻറ്റൻസിനെ നമുക്ക് ഈ വെർബിൻ്റെ ഇൻഫിനിറ്റീവ് ഫോം ആയിട്ടുള്ള ആ ഭാഗത്ത് നിന്ന് സെൻറ്റൻസിനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. ഇറ്റ് ഈസ് ഈസി ടു ഗിവ് അഡ്വൈസ്, ഇറ്റ് ഈസ് ഈസി ടു ഗിവ് അഡ്വൈസ്, ഉപദേശം നൽകാൻ വളരെ എളുപ്പമാണ്. ഇറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ട് അത് സബ്ജക്റ്റ് അല്ല, അതുകൊണ്ട് നമുക്കതിനെ ആൻറ്റിസിപ്പേറ്ററി ഇറ്റ് എന്നും വിളിക്കാം. ഇറ്റ് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതേ ഉള്ളൂ, യഥാർത്ഥത്തിൽ സബ്ജക്റ്റിൻ്റെ പ്രവൃത്തി അല്ല ഇറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ഇറ്റിനെ ആൻറ്റിസിപ്പേറ്ററി ഇറ്റ് എന്ന് വിളിക്കാം. പ്രെഡിക്കേറ്റിൻ്റെ ഭാഗത്തേക്ക് വരൂ. ഈസ് ഈസി ടു ഗിവ് അഡ്വൈസ്, ഇറ്റിനെ മാറ്റി നിർത്തിയാൽ ഈസ് ഈസി ടു ഗിവ് അഡ്വൈസ്, ഉപദേശം നൽകാൻ എളുപ്പമാണ്. ഈ സെൻറ്റൻസിലെ ടു ഗിവ് അഡ്വൈസ് എന്ന് പറയുന്ന ആ ഭാഗം, അതായത് വെർബിൻ്റെ ഇൻഫിനിറ്റീവ് ഫോം തുടങ്ങിയുള്ള ഭാഗത്തിനെ നമ്മൾ സബ്ജക്റ്റിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുവാണ്. അതാണ് അവിടുത്തെ യഥാർത്ഥ സബ്ജക്റ്റാണ് വരുന്നതെങ്കിൽ, ആയി മാറുന്നതെങ്കിൽ ഈ സെൻറ്റൻസിനെ നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ? ടു ഗിവ് അഡ്വൈസ് ഈസ് ഈസി. ഇറ്റ് എന്നുള്ള സബ്ജക്റ്റിന് അവിടെ ഒരു പ്രാധാന്യവുമില്ല. ഇറ്റ് ഈസ് ഈസി ടു ഗിവ് അഡ്വൈസ് എന്ന് പറയുന്നത് പോലെ തന്നെ ടു ഗിവ് അഡ്വൈസ് ഈസ് ഈസി എന്നും നമുക്ക് പറയാം. അപ്പോൾ ടു ഗിവ് അഡ്വൈസ് എന്നുള്ളത് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് മാറുന്നു. ആൻറ്റിസിപ്പേറ്ററി ഇറ്റിനെ നമുക്ക് പരിപൂർണമായിട്ടും ഒഴിവാക്കാം. ഇതൊക്കെ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ഈ രീതിയിലൊക്കെ ചോദിക്കുന്നതാണ് മിക്കവാറും. ഒരു സെൻറ്റൻസ് ഇറ്റ് ഈസ് ഈസി ടു ഗിവ് അഡ്വൈസ് തന്നിട്ട് ആ ഇറ്റിനെ മാറ്റിയിട്ട് സെൻറ്റൻസിൻ്റെ അർത്ഥത്തിന് മാറ്റം വരാത്ത രീതിയിൽ സെൻറ്റൻസിനെ റീക്രിയേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ആൻസർ ചെയ്യാൻ കുട്ടികൾക്ക്. ഇറ്റിനെ മാറ്റിയിട്ട് ആ ടു ഗിവ് അഡ്വൈസ് എന്ന് പറയുന്ന ആ ഭാഗം അതിനെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ ടു ഗിവ് അഡ്വൈസ് ഈസ് ഈസി എന്നാക്കി മാറ്റാം. അപ്പോൾ അർത്ഥത്തിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അതുപോലെ രണ്ടാമത്തെ സെൻറ്റൻസ് ഇറ്റ് വാസ് ഡിഫിക്കൾട്ട് ടു ക്ലൈംബ് ദാറ്റ് ഹില്ല്. ഇറ്റ് വാസ് ഡിഫിക്കൾട്ട് ടു ക്ലൈംബ് ദാറ്റ് ഹില്ല്. ടു ക്ലൈംബ് ദാറ്റ് ഹിൽ വാസ് ഡിഫിക്കൾട്ട്. അങ്ങനെ നമുക്ക് ആ സെൻറ്റൻസിനെ റീക്രിയേറ്റ് ചെയ്യാം. ടു ക്ലൈംബ് ദാറ്റ് ഹിൽ വാസ് ഡിഫിക്കൾട്ട്. ഇതുപോലെ തന്നെ മൂന്നാമതൊരു സെൻറ്റൻസിൻ്റെ ഭാഗം നോക്കൂ. ഇറ്റ് ഈസ് അൺലൈക്ലി ദാറ്റ് ഹരി വിൽ പാസ്. ദാറ്റ് ഹരി വിൽ പാസ്. ആ ഭാഗത്തിനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവന്ന് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഇടാം. ദാറ്റ് ഹരി വിൽ പാസ് ഈസ് അൺലൈക്ലി. ദാറ്റ് ഹരി വിൽ പാസ് ഈസ് അൺലൈക്ലി. അപ്പോൾ ടു അല്ലെങ്കിൽ ദാറ്റ് ചേർന്ന് വരുന്ന വാക്കുകൾ, അതായത് ടു ഗിവ് അഡ്വൈസ്, ടു ക്ലൈംബ് ദാറ്റ് ഹില്ല്, ദാറ്റ് ഹരി വിൽ പാസ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഭാഗങ്ങൾ അതിനെ നമുക്ക് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ഇറ്റിനെ ഒഴിവാക്കി നമുക്ക് സെൻറ്റൻസിനെ റീക്രിയേറ്റ് ചെയ്യാം. ഇത് മറ്റൊരു സെൻറ്റൻസ് പാറ്റേൺ ആണ്. ഇനി ഈ വിഭാഗത്തിൽ അവസാനമായി എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഒരു സെൻറ്റൻസ് പാറ്റേണും കൂടിയുണ്ട്. ഇറ്റിനെ എങ്ങനെയാണോ നമ്മൾ ഒരു ഡമ്മി സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് കണ്ടത്, അതേപോലെ മറ്റൊരു ഡമ്മി സബ്ജക്റ്റാണ് ദെയർ. THERE ദെയർ. THERE ദെയർ. ദയറിന് അവിടെ എന്നൊരർത്ഥമാണുള്ളത്. പക്ഷേ ഡമ്മി സബ്ജക്റ്റായി നിൽക്കുന്ന ദയർ ഒരിക്കലും അവിടെ എന്നുള്ള അർത്ഥത്തെ ഉൾക്കൊള്ളുന്നില്ല. അപ്പോൾ ദയർ എന്ന് തുടങ്ങുന്ന അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഡമ്മി സബ്ജക്റ്റായ ദയറിനെയും വെച്ചുകൊണ്ട് നമുക്ക് സെൻറ്റൻസസ് തുടങ്ങാം.
ദർ ഈസ് എ ബുക്ക് ഓൺ ദ ടേബിൾ. ആ മേശപ്പുറത്ത് ഒരു പുസ്തകം ഉണ്ട്. ദർ ഈസ് നോ ഷുഗർ ഇൻ ദ റേഷൻ ഷോപ്പ്. റേഷൻ കടയിൽ പഞ്ചസാര ഇല്ല. ദർ വാസ് വൺസ് എ കിങ് കോൾഡ് മഹാബലി. മഹാബലി എന്നൊരു രാജാവ് പണ്ടൊൺ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ നമ്മൾ സെൻറ്റൻസ് തുടങ്ങുന്നത് ദയർ ചേർത്താണ്. അവിടെ 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 എന്നൊരർത്ഥമല്ല അവിടെ നിൽക്കുന്നത്. മറിച്ച് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഡമ്മി സബ്ജക്റ്റായി നിലകൊണ്ട് സെൻറ്റൻസിന് രൂപം കൊടുക്കുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ദയർ. ഇങ്ങനെ ഇറ്റിനെ പോലെ തന്നെ ദയറിൽ നിന്നും നമുക്ക് സെൻറ്റൻസിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ പല ക്ലാസ്സുകളിലായിട്ട് സെൻറ്റൻസ് പാറ്റേൺസ് എത്രയൊക്കെ തരത്തിലുണ്ട് എന്നാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സ്വന്തമായി നമുക്ക് സെൻറ്റൻസസ്, അർത്ഥപൂർണതയുള്ള സെൻറ്റൻസസ് ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ അതിന് മുന്നോട്ടുള്ള ക്ലാസ്സുകളുമൊക്കെ ഒന്നുകൂടി നിങ്ങൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ പല തരത്തിലുള്ള സെൻറ്റൻസ് പാറ്റേൺസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി ഇത്തരം സെൻറ്റൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. നിങ്ങളെക്കൊണ്ട് തന്നെ സ്വന്തമായിട്ട് സെൻറ്റൻസസ്, അർത്ഥപൂർണതയുള്ള സെൻറ്റൻസസ് എഴുതിക്കാനും പറയിക്കാനും സാധിക്കുന്ന അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. അത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.